ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബാഴ്സലോണ വേഴ്സ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ലാലിഗയിൽ അവസാനമായി നടന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സ് ബാഴ്സലോണ മത്സരം 2-3 എന്ന ഗോൾ സ്കോറിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് വിൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു മത്സരത്തിൽ ബാഴ്സലോണ വിൻ ചെയ്തിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തുടരാമായിരുന്നു. പക്ഷേ അവർ തോൽവിയോടുകൂടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മത്സരത്തിലേക്ക് വരുമ്പോൾ ബാഴ്സലോണയുടെ ഫസ്റ്റ് ഹാഫിൽ ബാഴ്സലോണ ഗോൾ സ്കോർ ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് തിരിച്ച് ഗോളടിക്കുന്നു. പക്ഷേ അതിനുശേഷം ബാഴ്സലോണ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആ ഒരു ഗെയിം പ്ലേ. കാരണം സിമിയോണിക്ക് വ്യക്തമായ ഒരു ടാക്ടിക്സ് ഉണ്ടായിരുന്നു. ക്യാബിനോയിൽ ബാസയുടെ തട്ടകത്തിലേക്ക് വരുമ്പോൾ വിൻ ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷ വളരെ കുറവായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ 4-4-2 എന്ന ഒരു ഫോർമുലേഷനിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവരൊരു ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം 5-4-1 എന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് പോയി. മാക്സിമം ഡിഫെൻസീവ്ലി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷേ എന്നിട്ടും നിരന്തരം ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഴ്സലോണയ്ക്ക് സാധിച്ചു. പക്ഷേ ഫിനിഷിങ്ങിലെ ആ ഒരു പോരായ്മ കാരണമാണ് ബാഴ്സലോണ, അതുമാത്രമല്ല അൺലക്കി എന്ന് തന്നെ വേണമെങ്കിലും പറയേണ്ടി വരും. ഗോളായി എന്ന് വിചാരിച്ച ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫിനിഷിങ് പോരായ്മ കൊണ്ട് മാത്രമാണ് ആ ഒരു മത്സരത്തിൽ തോൽവി വഴങ്ങാനുള്ള മെയിൻ റീസൺ. അതുമാത്രമല്ല ഒബ്ലാക്കിൻ്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം 1-on-1 ചാൻസസിൽ വരെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ആ ഒരു വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് 90% ആ ഒരു മത്സരത്തിൽ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഒബ്ലാക്കിന് തന്നെ ആയിരിക്കും. ബാഴ്സലോണയുടെ ബിഗ് മിസ്സിങ് ആയിരുന്നു ലെമിൻ യമാൽ. ആ ഒരു സ്പേസിലേക്ക് റൈറ്റ് വിങ് ഫോർവേഡിലേക്ക് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയാം. ലെമിൻ യമാലിൻ്റെ ഒരു മിസ്സിങ് ആ ഒരു മത്സരത്തിൽ നല്ല പോലെ കാണാൻ വേണ്ടി സാധിച്ചു. ബാഴ്സലോണ വരും മത്സരങ്ങളിൽ, കാരണം ചാമ്പ്യൻസ് ലീഗിലുള്ള ആ ഒരു പെർഫോമൻസ് ലീഗിലേക്ക് വരുമ്പം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പല മാച്ചസുകളിലും ആ ഒരു ചാമ്പ്യൻസ് ലീഗിലുള്ള ഒരു ഗെയിം പ്ലേ ഒരിക്കലും ഈ ലീഗിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ചിലപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ടായിരിക്കാം. ചാമ്പ്യൻസ് ലീഗ് എങ്ങനെയെങ്കിലും ഒന്ന് വിൻ ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കൊണ്ടായിരിക്കാം അവർ ആ ഒരു പെർഫോമൻസ് കാണിക്കുന്നത്. പക്ഷേ ലീഗിലേക്ക് വരുമ്പം ടോട്ടലി ഡിഫറെൻറ്റ് പ്ലേ ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് ബാഴ്സ അത്ലറ്റിക്കോ മാഡ്രിഡ് റിവ്യൂ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.